പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ നിർണായകമായ ഒരു മാറ്റത്തിന് വഴിമരുന്നിട്ടുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് മേഖലയിൽ നിന്ന് പിൻവാങ്ങുന്നു. 10 മാസം നീണ്ടുനിന്ന റെക്കോർഡ് വിന്യാസത്തിന് ശേഷമാണ് ഈ യുദ്ധക്കപ്പൽ അമേരിക്കയിലേക്ക് മടങ്ങുന്നത്. ഇറാനുമായുള്ള സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ ഇത്രയും വലിയൊരു യുദ്ധസന്നാഹം പിൻവലിക്കുന്നത് മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാനും ശത്രു രാജ്യങ്ങൾക്ക് ശക്തമായ താക്കീത് നൽകാനുമായിരുന്നു ഈ അത്യാധുനിക കപ്പൽ മെഡിറ്ററേനിയൻ കടലിലും ചെങ്കടലിലും വിന്യസിച്ചിരുന്നത്. അമേരിക്കയുടെ സൈനിക കരുത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ കപ്പലിനെ ലോകം നോക്കിക്കൊണ്ടിരുന്നത്. ഇതിന്റെ അപ്രതീക്ഷിതമായ പിന്മാറ്റം അമേരിക്കൻ വിദേശ നയത്തിലെ ഒരു മാറ്റമാണോ അതോ തന്ത്രപരമായ പുനർവിന്യാസമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. യുദ്ധഭൂമിയിൽ ദീർഘകാലം തുടർച്ചയായി സേവനമനുഷ്ഠിച്ചതോടെ കപ്പലിലെ സൈനികരും യന്ത്ര സാമഗ്രികളും വലിയ സമ്മർദ്ദത്തിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആധുനിക ചരിത്രത്തിലെ ഒരു അമേരിക്കൻ വിമാനവാഹിനി കപ്പലിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ വിന്യാസങ്ങളിലൊന്നാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. കപ്പലിലെ അറ്റകുറ്റപ്പണികളും സൈനികരുടെ വിശ്രമവും പരിഗണിച്ചാണ് ഈ പിന്മാറ്റമെന്ന് പെന്റഗൺ വിശദീകരിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനു പിന്നിൽ മറ്റു കാരണങ്ങൾ കാണിക്കുന്നു. ഈ കപ്പലിന്റെ പുറപ്പാട് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ പ്രഹരശേഷിയിൽ ഗണ്യമായ കുറവുണ്ടാക്കും. ഹമാസും ഹിസ്ബുള്ളയും ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ഇസ്രയേൽ പോരാടുമ്പോൾ ഇറാന്റെ നേരിട്ടുള്ള ഇടപെടൽ തടയാൻ ജെറാൾഡ് ഫോർഡ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. കടലിലെ ഒരു പകൽ വെളിച്ചം പോലെ നിലകൊണ്ടിരുന്ന ഈ കപ്പൽ മേഖലയിലെ വെടിനിർത്തൽ ചർച്ചകൾ ദുർബലമായ ഈ സാഹചര്യത്തിൽ പിന്മാറുന്നത് അപകടകരമാണെന്ന് പലരും കരുതുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പടക്കപ്പലിന്റെ മടക്കം ഒരു വലിയ വിജയമായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന തങ്ങളുടെ ഉറച്ച നിലപാടിന് ലഭിച്ച അംഗീകാരമായിട്ടാണ് ടെഹ്റാൻ ഇതിനെ കാണുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം കുറയുന്നത് മേഖലയിലെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇറാന് അവസരമൊരുക്കും. ഇത് ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണ്. ജെറാൾഡ് ആർ ഫോർഡ് വെറുമൊരു കപ്പലല്ല, മറിച്ച് കടലിൽ സഞ്ചരിക്കുന്ന ഒരു സൈനിക താവളമാണ്. ഒരേ സമയം ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളെയും ആയിരക്കണക്കിന് സൈനികരെയും വഹിക്കാൻ ശേഷിയുള്ള ഈ കപ്പൽ ചെങ്കടലിൽ നിന്ന് മടങ്ങുമ്പോൾ ഹൂത്തി വിമതർക്കെതിരെയുള്ള അമേരിക്കയുടെ പോരാട്ടം ദുർബലമാകുമോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ചെങ്കടലിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിൽ ഈ വിമാനവാഹിനി കപ്പൽ നിർണായക പങ്കാണ് വഹിച്ചിരുന്നത്. അമേരിക്കയുടെ ഈ നീക്കം ഒരുപക്ഷെ മേഖലയിലെ സംഘർഷം കുറയ്ക്കുന്നതിനുള്ള ഒരു സന്ദേശമായിരിക്കാം. ഇറാനുമായി നേരിട്ടുള്ള ഒരു യുദ്ധം ഒഴിവാക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു എന്ന സൂചനയാണിതെന്ന് ഒരു വിഭാഗം നിരീക്ഷകർ വിശ്വസിക്കുന്നു. സൈനിക ബലം കുറയ്ക്കുന്നതിലൂടെ നയതന്ത്ര ചർച്ചകൾക്ക് കൂടുതൽ ഇടം നൽകാനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് എന്നും കരുതപ്പെടുന്നു. എങ്കിലും ഈ പിന്മാറ്റം ഒരു തന്ത്രപരമായ വിടവ് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പകരമായി മറ്റൊരു വിമാനവാഹിനി കപ്പൽ മേഖലയിൽ എത്തുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. അമേരിക്കയുടെ നാവിക വിന്യാസത്തിലെ ഈ വിടവ് റഷ്യയെയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ പശ്ചിമേഷ്യയിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താൻ പ്രേരിപ്പിച്ചേക്കാം. ആഗോള ശക്തികളുടെ ഈ കളിത്തട്ടിൽ ഒരു കരു നീക്കുമ്പോൾ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. സൈനികമായ വിശകലനത്തിൽ ഒരു കപ്പലിന് ഇത്രയധികം കാലം കടലിൽ തുടരാനാവില്ല എന്നത് വസ്തുതയാണ്. അത്യാധുനികമായ ആണവ റിയാക്ടറുകളും വിക്ഷേപണ സംവിധാനങ്ങളുമുള്ള ജെറാൾഡ് ഫോർഡിന് കൃത്യമായ ഇടവേളകളിൽ സർവീസ് ആവശ്യമാണ്. എന്നാൽ യുദ്ധം പുകയുന്ന ഒരു സാഹചര്യത്തിൽ ഈ പിന്മാറ്റം അടിയന്തരമായ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. ഇസ്രയേൽ ഈ നീക്കത്തെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. അമേരിക്കൻ സൈനിക പിന്തുണയുടെ ഉറച്ച പ്രതീകമായായിരുന്നു ഈ കപ്പൽ കണ്ടിരുന്നത്. അതിന്റെ അഭാവത്തിൽ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടത്തിൽ തങ്ങൾക്ക് ലഭിച്ചിരുന്ന വലിയൊരു സംരക്ഷണം നഷ്ടമാകുമെന്ന് ഇസ്രയേൽ ഭയപ്പെടുന്നുണ്ട്. വൈറ്റ് ഹൗസുമായുള്ള ചർച്ചകളിൽ ഇസ്രയേൽ തങ്ങളുടെ ആശങ്കകൾ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. മറുഭാഗത്ത് ഹൂത്തി വിമതർ ഈ പിന്മാറ്റത്തെ തങ്ങളുടെ ആക്രമണങ്ങളുടെ ഫലമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. തങ്ങളുടെ ഡ്രോണുകളും മിസൈലുകളും ഭയന്നാണ് അമേരിക്കൻ കപ്പൽ മടങ്ങുന്നതെന്ന പ്രചാരണം മേഖലയിൽ ശക്തമാണ്. ഇത് തീവ്രവാദി സംഘടനകളുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കാൻ കാരണമാകും. പ്രചാരണ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഇതൊരു ചെറിയ തിരിച്ചടിയാണ്. കപ്പൽ മടങ്ങുന്നതോടെ ചെങ്കടലിലെ സുരക്ഷാ ദൗത്യം മറ്റ് ചെറിയ യുദ്ധക്കപ്പലുകൾ ഏറ്റെടുക്കേണ്ടി വരും.
ജെറാൾഡ് ഫോർഡിന്റെ പക്കലുള്ള അത്യാധുനിക റഡാർ സംവിധാനങ്ങളുടെയും വ്യോമ പ്രതിരോധത്തിന്റെയും അഭാവം ഈ ദൗത്യത്തെ കടുപ്പമേറിയതാക്കും. കപ്പലുകൾക്ക് നേരെയുള്ള ഹൂത്തി ആക്രമണങ്ങൾ വർദ്ധിക്കാൻ ഇത് സാഹചര്യമൊരുക്കാം. ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയത്തിലെ മുൻഗണനകൾ മാറുന്നതിന്റെ സൂചനയായും ഇതിനെ കാണാം. അമേരിക്കൻ സൈനികരെ സ്വദേശത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന തന്റെ പഴയ പ്രഖ്യാപനത്തിന്റെ ഭാഗമാണോ ഈ നീക്കമെന്ന് പലരും സംശയിക്കുന്നു. പശ്ചിമേഷ്യയിലെ ചിലവില്ലാത്ത യുദ്ധങ്ങളിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷേ പശ്ചിമേഷ്യയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുന്നത് അമേരിക്കയുടെ ആഗോള താൽപര്യങ്ങൾക്ക് തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഇതൊരു താൽക്കാലിക പിന്മാറ്റം മാത്രമാണെന്നും കപ്പലിന്റെ കേടുപാടുകൾ തീർത്ത ശേഷം പുതിയൊരു കപ്പലിനെ അയക്കുമെന്നും കരുതുന്നവരുമുണ്ട്. അമേരിക്കയുടെ ഈ സൈനിക നീക്കം ഒരു ചെസ് കളിയിലെ കരുനീക്കം പോലെ സങ്കീർണമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇപ്പോൾ ശാന്തമാണെങ്കിലും ജെറാൾഡ് ഫോർഡ് കടൽ വിടുന്നതോടെ അവർ കൂടുതൽ അക്രമാസക്തമായ നീക്കങ്ങൾ നടത്തിയേക്കാം. ഹോർമുസ് കടലിടുക്കിലും ചെങ്കടലിലും ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്നത് ആഗോള എണ്ണ വിപണിയെയും ബാധിക്കും. വിമാനവാഹിനി കപ്പലിന്റെ അഭാവത്തിൽ ഇറാന്റെ നാവികസേന കൂടുതൽ ദൂരത്തേക്ക് തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ മുതിർന്നേക്കാം. അമേരിക്കൻ കോൺഗ്രസിനുള്ളിലും ഈ വിഷയത്തിൽ കടുത്ത ഭിന്നതയുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷ അപകടത്തിലാക്കിക്കൊണ്ടുള്ള ഒരു പിന്മാറ്റമാണിതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ സൈനികരുടെ സുരക്ഷയും കപ്പലിന്റെ കാര്യക്ഷമതയും മുൻനിർത്തിയെടുത്ത തീരുമാനത്തെ ഭരണകൂടം പ്രതിരോധിക്കുകയാണ്. അമേരിക്കൻ സൈനിക നേതൃത്വം ഈ തീരുമാനത്തിന് പിന്നിലെ രഹസ്യങ്ങൾ പൂർണ്ണമായും വെളിപ്പെടുത്തിയിട്ടില്ല. ജെറാൾഡ് ആർ ഫോർഡിന്റെ ഈ മടക്കയാത്ര അമേരിക്കൻ നാവിക ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ച ഒരു കപ്പൽ എന്ന നിലയിൽ അതിന്റെ ഈ ദീർഘകാല വിന്യാസം ഭാവിയിലെ യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണത്തിന് വലിയ പാഠങ്ങൾ നൽകും. യുദ്ധമില്ലാതെ തന്നെ ഒരു ശത്രുവിനെ തടഞ്ഞു നിർത്താൻ സൈനിക സാന്നിധ്യം എത്രത്തോളം ഫലപ്രദമാണെന്ന് ഈ കപ്പൽ തെളിയിച്ചു. പശ്ചിമേഷ്യയിലെ ആകാശം വീണ്ടും കറുത്തിരുളുകയാണ്. സമാധാന ചർച്ചകൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ വലിയൊരു പ്രതിരോധ കവചം മാറ്റുന്നത് മേഖലയെ വീണ്ടും അസ്ഥിരമാക്കും. ജെറാൾഡ് ഫോർഡ് മടങ്ങുമ്പോൾ അത് നൽകുന്നത് സമാധാനത്തിന്റെ സന്ദേശമാണോ അതോ വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ എന്ന് കാലം തെളിയിക്കും. വിമാനവാഹിനി കപ്പലുകൾ കേവലം ആയുധങ്ങളല്ല, അവ രാഷ്ട്രീയ സന്ദേശങ്ങൾ കൂടിയാണ്. ഈ സന്ദേശം ഇറാനും സഖ്യകക്ഷികളും എങ്ങനെ വായിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി. അമേരിക്കൻ പടക്കപ്പൽ ചക്രവാളത്തിൽ മറയുമ്പോൾ പശ്ചിമേഷ്യയിൽ പുതിയൊരു സൈനിക അധ്യായത്തിന് തുടക്കമാവുകയാണ്. ഈ പിന്മാറ്റം നയതന്ത്ര തലത്തിൽ അമേരിക്കയുടെ വിലപേശൽ ശേഷിയെയും ബാധിച്ചേക്കാം. സമാധാന ശ്രമങ്ങളിൽ ഇസ്രായേലിനും ഇറാനുമായുള്ള ചർച്ചകളിൽ അമേരിക്കയുടെ സ്വാധീനം കുറയാൻ ഇത് കാരണമാകും. എന്തായാലും USS ജെറാൾഡ് ആർ ഫോർഡിന്റെ മടക്കം പശ്ചിമേഷ്യൻ ഭൂപടത്തിൽ ഒരു വലിയ ശൂന്യത സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല.